പലപ്പോഴും there have been allegations of plagiarism or copying the tracks or any of that. ഇപ്പം നമ്മളൊരു പാട്ട് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അവർ തിരിഞ്ഞ് നിന്നിട്ട് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഗോപി അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? അവർക്കിപ്പം എന്താ പറയുക, അതായത് നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു 5 പാട്ടുണ്ടെന്നായിരിക്കും ഒരു പടത്തിൽ. അതിൽ 4 പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു, പുതിയ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്തു. ചിലപ്പോൾ ഒരു പാട്ട് നമുക്ക് സംടൈംസ് ആ ക്രൂ മെമ്പേഴ്സിലുള്ള ആരെങ്കിലും, അത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂ ആവും, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്രൂ ആവും, അങ്ങനെയുള്ളവർ സജസ്റ്റ് ചെയ്യും ഇങ്ങനൊരു സാധനം വേണമെന്ന് പറയും. ഇതൊരു സംഭവത്തിന് ഇങ്ങനെ പാറ്റേൺ, ഈ ഒരു പാട്ടിൻ്റെ മൂഡിലുള്ള ഒരു പാട്ട് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പാട്ടിൻ്റെ മൂഡ് തോന്നിക്കുന്ന വേറൊരു പാട്ട് കമ്പോസ് ചെയ്യും, ടോട്ടലി വേറൊരു പാട്ട്. സന്തോഷം കിട്ടുന്ന ഒരു പാട്ടെന്ന് പറയുമ്പോൾ സന്തോഷം കിട്ടുന്ന പല പാട്ടുകളുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്ന പാട്ട് വേണം എങ്കിൽ ആ പാട്ട് തന്നെ വേണമെന്ന് പറയും, അതേപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും വേറെ ട്യൂൺ ചെയ്യും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ട്യൂൺ വേറെ വേറെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ basically a prototype of a certain song ആയിരിക്കും with a different twist. അതെ, അങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് തന്നെ മനസ്സിലാവും അവർക്ക് വേണ്ടത് അത് തന്നെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആളുകളൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കണം, സാറേ എന്നോട് ഇതാണ് ചെയ്യാൻ പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നിടത്താണോ പ്രൊഫഷണലിസം, അതോ എനിക്കറിയുന്ന സംഗീതം കൊണ്ട് ആ പറയുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആ സിറ്റുവേഷനിൽ നിന്നും ഞാൻ തലയൂരാൻ വേണ്ടിയിട്ട് അതുപോലൊരു സാധനം ചെയ്യുകയും എങ്കിൽ ലീഗലി ഒരു പ്രശ്നമില്ലാത്ത രീതിയിലോട്ട് അതിനെ മാറ്റേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മളതിനെക്കുറിച്ച് ബോധറിയുണ്ട്, നമ്മുടെ ജോലിയുടെ ഭാഗമാണത്. അതിൻ്റെ ഭാഗമായിട്ട് എങ്കിൽ ശരി, ഈ കോപ്പി അടിച്ചെന്ന് പറയുന്ന പാട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓരോ പാട്ടിനും ഞാൻ 3-4 ട്യൂണിൽ കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവ് ചെയ്യാത്ത പക്ഷം നമ്മൾക്ക് ആ രീതി തന്നെ വേണമെന്ന് പറയുമ്പോൾ ആർക്കാരും അങ്ങനെ ചെയ്തേ പറ്റൂ. അത് നിസ്സഹായാവസ്ഥയാണ് ഒരു പരിധിവരെ. പിന്നെ ഈ ഒരു പാട്ടുകൊണ്ട് എൻ്റെ ജീവിതം ഒന്നും ആവാൻ പോകുന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതേ സിനിമയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ നല്ല പാട്ടുകൾ, പുതിയ പാട്ടുകൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ടൊന്ന് വ്യക്തമായിട്ടും അടിവരയിട്ട് പറയാവുന്ന പാട്ടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പി അടിച്ച പാട്ടുകളാണെങ്കിൽ കേൾക്കണ്ട, മറ്റേത് കേട്ടോ, എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അതിപ്പോൾ എന്നെ വഴക്ക് പറയാനായിട്ട് ഉള്ള രീതിയിൽ അവർക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ റിയാക്ട് ചെയ്തോട്ടെ. ഐ ആം അക്സെപ്റ്റിംഗ് ദാറ്റ്. അത് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞൊരു പാട്ടിനെ ഇല്ല ഞാനങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ഞാൻ ഓൾവേസ് സേ ദാറ്റ് ഐ ഡൺ ദാറ്റ്. അതെ, അതിനൊരു ലീഗൽ പ്രശ്നം വരില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലി ഇത് നൊട്ടേഷനാണ് നോക്കുന്നത്. സഗരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തന്നെ സഗരിക പാടിക്കഴിഞ്ഞാൽ അത് കോപ്പി എന്ന് പറയും ലീഗലി. Legally clear ആണ്. You actually are working within the confines yes, of a professional. Simple like സഗരിക എന്നുള്ളത് സരിക എന്ന് പാടി കഴിഞ്ഞാൽ ലീഗലി ഞാൻ സേഫായി. പക്ഷെ കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ ആക്ടർ ഹാപ്പി, നമുക്ക് ലീഗലി പ്രശ്നമില്ല, നമുക്ക് ആ സിറ്റുവേഷൻ തലവരാനും പറ്റി. ഇതാണ് സത്യം. അത്രേ ഉള്ളൂ. Any space, any particular location where you have to go and sit, you have to take a corner where you get it. അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, എവിടെ ഇരുന്നാലും ഞാൻ കമ്പോസ് ചെയ്യും. ആ കമ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റിൻ്റെയും അതിൻ്റെ ഡയറക്ടറിൻ്റെയും നീഡിൻ്റെ തേഴ്സ്റ്റ് എത്രത്തോളം ഒരു സ്പിരിച്വലായിട്ട് ന്യായമായിട്ട് കണക്റ്റീവ് ആവുന്ന രീതിയിൽ എത്രത്തോളം ആ ഡയറക്ടർ ഇരിക്കുന്നു അത്രത്തോളം നല്ല മ്യൂസിക് ആയിരിക്കും ആ സമയത്ത് എനിക്ക് വരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി വെക്കാം, ഡയറക്ടർ ഒരു ട്യൂൺ തരും എന്ന് നോക്കുമ്പോൾ നല്ല മുഖം നോക്കുമ്പോൾ അപ്പം എനിക്ക് തോന്നുന്ന ട്യൂണിന് പാടാണ്, അതാണ് ഉണ്ടാവുന്നത്. അതിന് സമയം നമുക്കൊരു കാര്യം മറ്റേ എൻ്റെ വീട്ടിലൊരു ഞാൻ റഹ്മാൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ രാത്രിയിൽ ഇരുന്നിട്ടാണ് പുള്ളിയുടെ കോമ്പോസിഷൻ. രാത്രി ഞാൻ ഉറങ്ങും, രാത്രി ഒരു പരിപാടിയില്ല. റഹ്മാൻ സാറിന് അത് രാത്രി വർക്ക് ചെയ്യാനുള്ള റീസൺ ഉണ്ട്. ദർ ഇസ് എ ബിഗ് റീസൺ ബിഹൈൻഡ്. ബിക്കോസ് അദ്ദേഹം പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ 9 to 9 രാത്രി വരെ 9 to 9 കോൾ ഷീറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് പ്രോഗ്രാമിംഗ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വർക്കായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയം രാത്രി ആയിപ്പോയതാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അങ്ങനെ ട്യൂൺഡ് ആവുന്നതാണ്. അതുകൊണ്ട് ബാക്കി എല്ലാവരും രാത്രി നിന്ന് പണിയെടുത്ത
റഹ്മാൻ സാർ ആവുന്നതൊന്നും വിചാരിക്കണ്ട. അദ്ദേഹം വേറെ ലീഗാണ്, വേറെ കാറ്റഗറിയിലാണ്. നമ്മളൊക്കെ ദൈവമാണ്, നമ്മളൊക്കെ ഇലക്ട്രിസിറ്റിയാണ് അദ്ദേഹം. ഇലക്ട്രിസിറ്റിയാണ്.